ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തോട് ജനങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തെളിച്ചെടുത്ത പുഴകളിലൂടെ ജലയാനങ്ങളിൽ ബോട്ടുകളിൽ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യത്തോട് കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. നമ്മൾ കോട്ടയത്തെ മനുഷ്യരോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നുണ്ടോ? പ്രളയരഹിത കോട്ടയം സാധ്യമാണ്. ഈ വേമ്പനാട്ട് കായലിലേക്ക് നമ്മുടെ പുഴകളിൽ എത്തുന്ന 6 പ്രധാനപ്പെട്ട മുഖാരങ്ങൾ തെളിച്ചു മാറ്റി, പടുക്കാൻ നിലക്കായലും തെളിച്ചു മാറ്റിയാൽ കോട്ടയത്ത് വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനാകും, പരിമിതപ്പെടുത്താനാകും, ഒഴിവാക്കാനാകും. സാധ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ വെള്ളപ്പൊക്കമുണ്ടോ? പരിഹരിക്കുക. സാധ്യമാണ് എന്ന് കുറെ നടപ്പാക്കിയ ശേഷം ബാക്കി ജനങ്ങളിലേക്ക് സമീപിക്കുമ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സഖാവ് സുരേഷ് കുറുപ്പ് കോട്ടയത്ത് 1984 മത്സരിക്കുമ്പോൾ കോട്ടയത്തിന്റെ വഴികളിലൂടെ ഡോക്ടർ തോമസ് ഐസക്കിന് അനുയാത്ര ചെയ്യേണ്ട ഒരു ചുമതല കൂടി എനിക്ക് വന്നു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു വ്യക്തിബന്ധത്തിന്റെ ഇടയെടുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയമായ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞു, നീ ആളെ സംഘടിപ്പിച്ച് വഴിയിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങ്, ബാക്കി നമുക്ക് നോക്കാം. 28 അമ്പൻകാട് വന്നു, ഒരു ചെറിയ കൂട്ടായ്മ 30-35 പേർ. അവിടെ അദ്ദേഹം പറഞ്ഞു, സർക്കാർ ഒപ്പമുണ്ട്. പറഞ്ഞ വാക്ക് പാലിച്ചു. അമേരിയിൽ ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രം. അവിടെ ആറാട്ട് നടക്കണമെങ്കിൽ വെള്ളം ഒഴുകി വരണം. ഒരു ഉരുളിയിൽ ഭഗവാനെ വെച്ച് പരമശിവന്റെ വിഗ്രഹം വെച്ച് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്ന ഗതികളുണ്ടായിരുന്ന സ്ഥലത്ത് കുട നടത്തം നടത്തിയപ്പോൾ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു, ഒഴുകി വരുന്ന വെള്ളം ഉണ്ടാക്കാനാകുമോ? ഞങ്ങളോട് ചോദിച്ച ചോദ്യം കടുപ്പപ്പെട്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2017 ആരംഭിച്ച ഈ പദ്ധതിക്ക് ശേഷം കഴിഞ്ഞ 8 കൊല്ലക്കാലമായി അമേനൂർ അമ്പലത്തിലെ ആറാട്ടുകടലിൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ നടത്താൻ ഈ ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിനായി എന്നുള്ള അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, സർക്കാർ ഒപ്പമുണ്ട് എന്ന് ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞതിന്റെ ഭാഗമാണ്. ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞു 20 കോടി രൂപ. കേരള ബഡ്ജറ്റിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് 20 കോടി രൂപ. തുടർച്ചയായി ബഹുമാനപ്പെട്ട VS സുനിൽകുമാർ, കേരളത്തിലെ മന്ത്രിമാർ ഓരോരുത്തരും, ഇവിടെ CK ശശിധരൻ അവിടുത്തെ BBPനുമുണ്ട്. ഒരിക്കൽ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ശ്രീ ചന്ദ്രശേഖരൻ മന്ത്രി വന്നപ്പോൾ ഇവരോട് എന്ന് പറഞ്ഞു, ഒരു തവണ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരുമോ? അദ്ദേഹം പുഴയോട് കൊണ്ടിട്ട് പറഞ്ഞു, നദിയുടെ തീരങ്ങൾ അളക്കാൻ പോകണം. പിന്നെ ഞങ്ങൾ പോയ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല, ആളുകൾ കയ്യേറ്റങ്ങൾ ഒഴിഞ്ഞു മാറി തന്നു. മുന്നേറ്റത്തിന്റെ വഴികൾ ഇതൊന്നും വ്യക്തിപരമായി എന്റെ ഒരു നേട്ടവുമല്ല. ഇവിടെ ഇരിക്കുന്ന ജനകീയ കൂട്ടായ്മയുടെ നിരവധി പ്രവർത്തകർ ഇവിടെയുണ്ട്. ഞങ്ങൾ കൂട്ടായി നടത്തിയ സർക്കാരിന്റെ 10 കൊല്ലത്തെ പിണറായി സർക്കാരിന്റെ കാലത്തെ ഹരിത കേരളത്തിന്റെ ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. ഈ മഹാനേതാക്കന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സാക്ഷി നിർത്തി ഇടതുപക്ഷ ജനാധിപത്യം വഴി കേരളത്തിൽ ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അടുത്ത സർക്കാരിലേക്ക് പോകുമ്പോൾ കോട്ടയം അതിനോട് ചേർന്ന് നിൽക്കണം എന്ന് 5 കൊല്ലം മുമ്പ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തതുപോലെ ഇത്തവണ അതിന് ഒരവസരം ഈ കോട്ടയം എന്ന് പറയുന്ന മഹാനഗരം, പരസ്യക്കാട് പഞ്ചായത്ത്, വിദ്യാപുരം പഞ്ചായത്ത് നമുക്ക് നൽകും. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനം, എന്റെ രാഷ്ട്രീയ പ്രവർത്തനം, എന്റെ ജീവിത പ്രവർത്തനം എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച മനുഷ്യർക്ക് മുമ്പിൽ ഞാൻ ആരാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞ് അടയാളപ്പെടുത്തേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നായി മുന്നോട്ട് പോകുന്ന ഈ യാത്രയിൽ നമ്മൾക്ക് വിജയിച്ചേ മതിയാവൂ. നമ്മൾക്ക് വിജയം ഉറപ്പാണ്. ഇത്തവണ വിജയം സാധ്യമാണ്. ആ അനുഭവമാണ് വികാര വായ്പോടെ ഇവിടെ എത്തിയ ഈ സമൂഹം, ഇവിടുത്തെ സഖാക്കളും നേതാക്കളും ബഹുജനങ്ങൾ പടക്കുന്ന ഈ KPS ഹാളിലെ സമൂഹം എനിക്ക് പകർന്നു നൽകുന്നത്. കടപ്പാടോടെ, സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റികരുവ നക്ഷത്രമടയാളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ വോട്ട് നേടി ജയിക്കാനുള്ള അർഹത LDFന്. ചെറിയൊരു മണ്ഡലം, 1,47,000 വോട്ടുകൾ മാത്രം. 27,000 വോട്ടുകൾ SIRന്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ നിന്ന് പോയി. അതിനർത്ഥം എന്താണ്? ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു നഗരമായി നമ്മുടെ നാട് മാറിയോ? മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഇടമായി ഈ നഗരത്തെ മാറ്റാൻ നമുക്കാവുമെന്ന പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഈ കുറഞ്ഞ കാലം 30-ാം തീയതി വരെ സമർപ്പിത മനസ്കരായി ഇറങ്ങിത്തിരിച്ച് ഓരോരുത്തരെയും പ്രചോദിപ്പിച്ച് രംഗത്ത് കൊണ്ടുവരണമെന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ തരത്തിലും കടപ്പാടോടെ, സ്നേഹത്തോടെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.